മന്ത്രിസഭായോഗം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. വി അരുൺ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, മലയാളികൾക്കാകെ ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്തയാണ്. കുവൈറ്റിൽ ഇപ്പോഴും ആശങ്കയൊഴിയാതെ നിരവധി കുടുംബങ്ങൾ ഇപ്പോൾ നാട്ടിൽ കഴിയുന്നുണ്ട്. മന്ത്രിസഭായോഗത്തിൽ 5 ലക്ഷം രൂപയാണ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ ഇടപെടൽ ഏത് രീതിയിലാണ് വിഷയത്തിൽ? പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്നാണ് ദുരന്തം വിലയിരുത്തിയത്. മാത്രമല്ല, എത്രയും വേഗം അടിയന്തര സഹായം അവിടെ ചികിത്സയിലുള്ളവർക്ക് എത്തിക്കാൻ, അതുപോലെ തന്നെ മരിച്ചവരുടെ ഭൗതികദേഹം അവരുടെ ജന്മനാടുകളിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ഏകോപിപ്പിക്കാനായി ആരോഗ്യമന്ത്രി വീണ ജോർജിനെയും സംസ്ഥാന NHM ഡയറക്ടർ ജീവൻ ബാബുവിനെയും കുവൈറ്റിലേക്ക് അയക്കാൻ സർക്കാർ തീരുമാനമെടുത്തു. മാത്രമല്ല, മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 5 ലക്ഷം രൂപ ധനസഹായവും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ ധനസഹായവും നൽകാനും മന്ത്രിസഭായോഗം തീരുമാനമെടുത്തു. ഇതിന് പുറമെ പ്രമുഖ പ്രവാസി വ്യവസായികളായ MA യൂസഫ് അലി, രവി പിള്ളയും യഥാക്രമം 5 ലക്ഷവും 2 ലക്ഷം രൂപയും മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് നൽകും. അങ്ങനെ 12 ലക്ഷം രൂപ സംസ്ഥാനത്ത് തന്നെ നോർക്ക വഴി ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക്, ആശ്രിതർക്ക് വിതരണം ചെയ്യാനാണ് തീരുമാനം. മറ്റ് നടപടികൾ ഏകോപിപ്പിക്കാൻ ഇനിയും നിരവധി പേർ അവിടെ ചികിത്സയിലുണ്ട്. നോർക്ക ഏറ്റവും അവസാനം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം, സ്ഥിരീകരിച്ച കണക്കുകൾ പ്രകാരം 24 മലയാളികളാണ് മരിച്ചത്. നേരത്തെ 19 പേരെന്നാണ് മന്ത്രിസഭായോഗത്തിന്റെ സ്ഥിരീകരണം ഉണ്ടായത്. വീണ്ടും 5 പേർ കൂടി മരിച്ചു എന്ന് നോർക്ക CEO-യും നോർക്ക സെക്രട്ടറിയും സ്ഥിരീകരിക്കുന്നു. 7 പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുമാണ്. ഇവർക്ക് മതിയായ ചികിത്സ, വിദഗ്ധ ചികിത്സ തന്നെ അവിടെ ഉണ്ട് എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് സർക്കാർ. അവിടെ നിന്ന് ചികിത്സയ്ക്കായി മറ്റെവിടെയെങ്കിലും മാറ്റുന്ന കാര്യമൊന്നും സർക്കാരിൻ്റെ പരിഗണനയില്ല. പകരം അവർക്ക് അവിടെ നൽകുന്നതിന് ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ നോർക്കയും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായും അതുപോലെ തന്നെ ഇന്ത്യൻ എംബസിയുമായും ഒക്കെ കൃത്യമായ ഏകോപനം നടത്തുന്നുണ്ട്. ഹെൽപ്പ് ഡെസ്കുകൾ വലിയ രീതിയിൽ, നോർക്കയുടെ ഹെൽപ്പ് ഡെസ്കുകൾ വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ആ പ്രദേശത്തുള്ള മലയാളികളാണ് പലരും ഈ ഹെൽപ്പ് ഡെസ്ക് നമ്പറുകളും മറ്റും കൊടുത്തിരുന്നത്. ആദ്യഘട്ടത്തിൽ നാട്ടുകാർക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന കാര്യത്തിലൊക്കെ, ആരൊക്കെയാണ് അപകടത്തിലുള്ളത്, ആരൊക്കെയാണ് ചികിത്സയിൽ ഉള്ളത്, ഓരോരുത്തരും പരിക്കിൻ്റെ ഗുരുതരാവസ്ഥ എത്രത്തോളം എന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട്. പക്ഷേ ഈ ഹെൽപ്പ് ഡെസ്കുകളും അതുപോലെ തന്നെ സർക്കാർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംവിധാനങ്ങളുമൊക്കെ പ്രവർത്തിച്ചതോടുകൂടി ആ ഒരു ആശങ്ക ഒഴിവായിട്ടുണ്ട്. കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് ആളുകൾക്ക്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ സർക്കാർ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുമുണ്ട്. ഇപ്പോഴും 24 പേരെന്ന കണക്കാണ് നോർക്ക നൽകുന്നത്. ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാമെന്നൊരു ആശങ്ക കൂടി പങ്കുവയ്ക്കുന്നുണ്ട് നോർക്കയും സംസ്ഥാന സർക്കാരുമൊക്കെ. ഏതായാലും വൈകുന്നേരത്തോടുകൂടി ആരോഗ്യമന്ത്രി വീണ ജോർജും ജീവൻ ബാബു IAS-ഉം അവിടെ കുവൈറ്റിലെത്തും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഏകോപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് സംസ്ഥാനത്തുള്ളത്. ഈ മരിച്ചവരുടെ കുടുംബങ്ങളിലും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരും മറ്റ് ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകളും ബന്ധപ്പെടുന്നുണ്ട്. അവരെ ആശ്വസിപ്പിക്കുന്ന നടപടികളിലും ജനപ്രതിനിധിയടക്കം ഇതിനകം തന്നെ ഇടപെട്ടിട്ടുമുണ്ട്. അരുൺ, ഈ തീപിടുത്തത്തിൽ തങ്ങളുടെ ബന്ധുക്കളും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ആശങ്കപ്പെടുന്ന കുടുംബങ്ങൾ ഇപ്പോഴും നിരവധിയാണ്. കാരണം മലയാളികൾ അത്രത്തോളം ഉണ്ടായിരുന്നൊരു മേഖലയാണിത്. നിരവധി പേരാണ് അവിടെ ജോലി ചെയ്തിരുന്നതും താമസിച്ചിരുന്നതും ഒക്കെ. ആ ആശങ്കയൊക്കെ ഒഴിവാക്കാൻ നോർക്കയ്ക്ക് സാധിക്കുന്നുണ്ട്. ഹെൽപ്പ് ഡെസ്കുകൾ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ? ഹെൽപ്പ് ഡെസ്കുകൾ കൊച്ചി കേന്ദ്രീകരിച്ചാണ് നോർക്കയുടെ ഹെൽപ്പ് ഡെസ്ക് ഉള്ളത്. പ്രധാനമായി അവിടെ നിന്നാണ് ഈ ഫോൺ ബന്ധപ്പെടും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. ഇവിടെ നോർക്കയുടെ ആസ്ഥാനത്ത് നോർക്ക സെക്രട്ടറിയും K വാസുകിയും അതുപോലെ തന്നെ നോർക്ക CEO ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നടത്തുന്നത്. ഡൽഹിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധിയായ KV തോമസ് വിദേശകാര്യ മന്ത്രാലയവുമായും ഇന്ത്യൻ എംബസിയുമായും ഒക്കെ നിരന്തരം ബന്ധപ്പെടുന്നതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലും കുടുംബങ്ങൾക്ക് വലിയ ആശങ്കയാണ്. കാരണം നമുക്കറിയാം, ഉറക്കത്തിലാണ് ആളുകൾ എന്ന സമയത്താണ് ഈ അപകടമുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത്, പലരുടെയും ഫോണൊക്കെ ആ സമയത്ത് തന്നെ നശിച്ച അവസ്ഥയുണ്ട്. അത് മരിച്ചവരുടെ മാത്രമല്ല, ഗുരുതരമായി പരിക്കേറ്റ മാത്രം രക്ഷപ്പെട്ടവരുടെ ആളുകളിൽ പോലും കോൺടാക്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് ആദ്യ ഘട്ടങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പിന്നീട് ഈ നോർക്കയുടെ ഹെൽപ്പ് ഡെസ്കും അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഇടപെടലും സംസ്ഥാന സർക്കാർ ഇടപെടലൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായും അത്തരം പ്രതിസന്ധികളിൽ നിന്ന് മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കൃത്യമായ ആളുകൾക്ക്, ബന്ധുക്കൾക്ക് കൃത്യ വിവരം ലഭിച്ചിട്ടുണ്ട്. എന്താണ് അവസ്ഥ, തങ്ങളുടെ ഉറ്റവർ, തങ്ങളുടെ പ്രിയപ്പെട്ടവർ എന്താണ്, രക്ഷപ്പെട്ടവരുടെ കാര്യം, ആ രീതിയിൽ ചികിത്സയിലുള്ളവരുടെ കാര്യം, ആ രീതിയിലൊക്കെ ആളുകൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതൊരു ആശ്വാസമുണ്ടാക്കുന്ന വാർത്തയാണ്. പക്ഷേ ഇനിയും മലയാളികൾ ഇതിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. 7 പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയെ തുടരുന്നതൊക്കെ ആശങ്ക വർദ്ധിപ്പിക്കുന്ന കണക്കുകളാണ്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന ആശങ്ക ഉയർന്നു വരുന്നുണ്ട്. അതേസമയം കുറേ ആളുകളെങ്കിലും രക്ഷിക്കാൻ കഴിയുന്ന വലിയ ആശ്വാസമാണ്. അവരൊക്കെ വീടുകളുമായി ഇതിനകം ബന്ധപ്പെട്ടിട്ടുണ്ട്, പലയിടത്തും ഇത്തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. കാണാൻ ഇല്ലാത്ത ആളുകളുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നില്ല. അതായത് എല്ലാവരും ഇവിടെയുണ്ട് എന്നത്, എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ളത് ബന്ധുക്കൾക്ക്, നാട്ടുകാർക്ക്, സർക്കാരിനൊക്കെ കൃത്യമായി വിവരം ലഭിച്ചിട്ടുണ്ട് ഇതുവരെയുള്ള ഈ ഘട്ടത്തിൽ. അതുതന്നെയാണ് ഏറ്റവും ആശ്വാസമുള്ള വാർത്ത. ഈ നോർക്കയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ഇപ്പോൾ
മൃതദേഹങ്ങൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി 6 പേർ ഗുരുതരാവസ്ഥയിലെന്നാണ് ഇപ്പോൾ നോർക്ക CEO വാർത്താ സമ്മേളനത്തിലൂടെ പറയുന്നത്. തിരിച്ചറിയാൻ സാധിക്കാത്ത മൃതദേഹങ്ങൾ DNA പരിശോധന നടത്തുമെന്ന് പറയുന്നു. DNA പരിശോധനയ്ക്ക് കുറച്ചുകൂടി സമയമെടുക്കേണ്ടി വരും. ഫലം വരാൻ 2 ആഴ്ച എങ്കിലും എടുക്കും. മൃതദേഹങ്ങൾ ഒരുമിച്ച് നാട്ടിലെത്തിക്കും. ഇതിന് പ്രത്യേക വിമാന സർവീസ്, അതായത് ഡൽഹിയിൽ എത്തിയാലും അവിടെ തിരികെ നാട്ടിലേക്ക് എത്തിക്കാനും പ്രത്യേക വിമാന സർവീസ് ഉപയോഗിക്കുമെന്ന് ഇപ്പോൾ നോർക്ക സെക്രട്ടറിയും സിഇഒയും വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ പ്രതി MG മിഥുൻ അവിടെ ഉണ്ട്. 6 പേർ 7 പേർ എന്നാണ് നേരത്തെ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ 6 പേരായി ചുരുങ്ങുന്നു. ഒരാളെങ്കിലും ആ ഒരു ഗുരുതരാവസ്ഥയല്ല എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നു. അതാണ് ഏറ്റവും ആശ്വാസമുള്ള ഒരു വാർത്ത. DNA പരിശോധന ഉണ്ടാകും. ഇനിയും മലയാളികൾ ഉണ്ടാകുമോ എന്ന് ആശങ്കയുണ്ട്. അത് വലിയ ആശങ്കയല്ലായിരുന്നു. കാരണം തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ഇനിയും ഉണ്ട് എന്ന് പറയുമ്പോഴും നമ്മുടെ മലയാളികൾ അവിടെ കൂടുതൽ പേർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴും ആ തിരിച്ചറിയാത്ത മൃതദേഹങ്ങളിൽ മലയാളികൾ ഉണ്ടാകും, ഇന്ത്യക്കാരുണ്ടാകും. അതാരായാലും അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമല്ലേ. ഒപ്പം ഈ DNA പരിശോധനയുടെ ഫലം വരാനുള്ള കാലതാമസം അത് മറ്റ് മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനുള്ള കാലതാമസത്തിന് കാരണമാകുമോ? അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? തീർച്ചയായിട്ടും അതുതന്നെയാണ്. ഈ തീപിടുത്തം ആണ് അപകട കാരണം. അതുകൊണ്ട് തന്നെ വലിയ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ ഭൗതികദേഹങ്ങളൊക്കെ ഉണ്ടാകാം, അത്ര ആളുകളുമൊക്കെ ഉണ്ടാകാം. അതുകൊണ്ടാണ് ഈ തിരിച്ചറിയാനുള്ള കൂടെ താമസിക്കുന്ന വിവരങ്ങൾ, ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഇതെല്ലാം കൂടി ഏകോപിപ്പിച്ചാകും ആരൊക്കെയാണ് അപകടത്തിൽപ്പെട്ട എത്ര പേരുണ്ടെന്ന കണക്കൊക്കെ സ്വാഭാവികമായി സ്വീകരിക്കുക. ഈ തിരിച്ചറിയപ്പെടാതെ പോയി മലയാളികൾ ഉണ്ടാകില്ല എന്ന് ആശ്വസിക്കാം, അങ്ങനെ പ്രതീക്ഷിക്കാം. പക്ഷേ അത് പൂർണ്ണമായും ആ ബന്ധുക്കളുടെ വിവരം കൂടി ലഭിച്ച ശേഷം അത് ബന്ധുക്കളിൽ സ്ഥിരം കൂടി കിട്ടി മാത്രമേ അത് അറിയാൻ കഴിയുള്ളൂ. ഏതായാലും DNA പരിശോധന ഉണ്ടാകുമെന്ന ഉറപ്പാണ്. അത് ഇപ്പോൾ നോർക്ക സിഇഒയും സ്ഥിരീകരിക്കുന്നുണ്ട്. DNA പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കൃത്യമായി എത്ര ആളുകൾ മലയാളികൾ വേറെ ആരെങ്കിലും ഉണ്ടോ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ വിവരം ലഭിക്കുകയുള്ളൂ. ഏതായാലും DNA പരിശോധനയ്ക്ക് കൂടുതൽ സമയം വേണ്ടിവരും. 2 ആഴ്ചയെങ്കിലും പരിശോധന പൂർത്തിയായി ഫലം ലഭിക്കാൻ എടുക്കും. അതുവരെ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയും. ഇപ്പോൾ ചികിത്സയിലുള്ളവരുടെയും അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെയും കണക്കുകളാണ് ഈ ഘട്ടത്തിൽ നോർക്കയ്ക്ക് ലഭിക്കുന്നത്. ആ കണക്കുകളാണ് ഇപ്പോൾ ശേഖരിക്കുന്നത്. മരിച്ചവരുടെ ഭൗതിക ശരീരങ്ങൾ ഡൽഹിയിലേക്ക് ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ നേരത്തെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് സംസ്ഥാനത്തേക്കും ഒരുമിച്ച് കൊണ്ടുവരും. അതിന് പ്രത്യേക വിമാന സർവീസ് ഏർപ്പെടുത്തുമെന്നാണ് നോർക്ക സെക്രട്ടറിയും സിഇഒയും അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ശരി അരുൺ, എന്തായാലും 24 മലയാളികൾ മരിച്ചു എന്നാണ് ഇപ്പോൾ നോർക്ക പുറത്തുവിടുന്ന വിവരം. ആകെ മരിച്ച 49 പേരിൽ 24 മലയാളികളാണുള്ളത്. ഉറങ്ങിക്കിടന്നപ്പോൾ